സെൻസസ് ഡ്യൂട്ടിക്ക് അധ്യാപകരെ നിയമിച്ചതിനെതിരെ ദേശീയ അധ്യാപക പരിഷത്ത് രംഗത്ത്. പകരം ദിവസവേതനക്കാരെ നിയമിച്ച് അധ്യാപക ക്ഷാമം പരിഹരിക്കണമെന്നാണ് ആവശ്യം. സ്കൂൾ സമയത്തിന് ശേഷം അധ്യാപകർ സെൻസസ് ഡ്യൂട്ടി നടത്തണമെന്ന സർക്കാർ നിലപാട് അംഗീകരിക്കില്ലെന്നും NTU സംസ്ഥാന ജനറൽ സെക്രട്ടറി T. അനൂപ് വ്യക്തമാക്കി. ഒരു വിദ്യാലയത്തിലെ ബഹുഭൂരിപക്ഷം അധ്യാപകരെയും സർക്കാർ സെൻസസിന് നിയമിച്ചിരിക്കുകയാണ്. അവർക്ക് സെൻസസിനുള്ള പരിശീലനവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ജൂലൈ മാസം മുഴുവൻ സെൻസസ് പ്രവർത്തനം നടത്താനുള്ള ഉത്തരവാണ് സർക്കാർ അധ്യാപകർക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ അധ്യാപകർ സെൻസസിന് പോകുമ്പോൾ ഉണ്ടാകുന്ന അധ്യാപക ക്ഷാമം പരിഹരിക്കാൻ സർക്കാർ നടപടികളൊന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പകൽ സമയത്ത് അധ്യാപകർ വിദ്യാലയങ്ങളിൽ പൂർണ്ണമായും പഠിപ്പിച്ചിട്ട് സെൻസസിന് പോകണമെന്ന സർക്കാരിന്റെ ആവശ്യം അംഗീകരിക്കില്ലെന്ന് ദേശീയ അധ്യാപക പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി T. അനൂപ് കുമാർ പറഞ്ഞു. അധ്യാപകർ വിദ്യാലയങ്ങളിൽ പൂർണ്ണസമയം പഠിപ്പിച്ച് അതിനുശേഷം സെൻസസ് പ്രവർത്തനത്തിന് പോകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് യാതൊരു കാരണവശാലും അംഗീകരിക്കപ്പെടില്ല. രാവിലെ 10 മണി മുതൽ 4 മണി വരെ വിദ്യാലയങ്ങളിൽ പ്രവർത്തിച്ച് ഈ മഴക്കാലത്ത് രാത്രി സമയത്ത് സെൻസസ് പ്രവർത്തനത്തിന് അധ്യാപകർ പോകണമെന്ന് പറയുന്നത് അധ്യാപക ദ്രോഹ നടപടിയാണ്. ഇതിനെതിരെ ദേശീയ അധ്യാപക പരിഷത്ത് ശക്തമായി പ്രതികരിക്കും. ഇത്തരം പരിപാടികൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല. അധ്യാപകർക്ക് മുകളിൽ സർക്കാർ അമിതഭാരമാണ് നൽകിയിരിക്കുന്നത്. പകൽ സമയത്ത് കുട്ടികളെ പഠിപ്പിക്കുകയും രാത്രികാലങ്ങളിൽ സെൻസസിന് പോകണമെന്നും പറയുന്നത് സർക്കാർ അധ്യാപകരോട് കാണിക്കുന്ന ക്രൂരതയാണെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. സെൻസസ് ഡ്യൂട്ടിയിലുള്ള അധ്യാപകർക്ക് പകരം ദിവസവേതനക്കാരെ നിയമിച്ച് വിദ്യാലയങ്ങളിലെ പഠനം തടസ്സപ്പെടാതിരിക്കാൻ സർക്കാർ അടിയന്തരമായി ഉത്തരവിറക്കണമെന്നാണ് NTU ആവശ്യപ്പെടുന്നത്. പ്രധാന അധ്യാപകരുടെ പ്രമോഷൻ ട്രാൻസ്ഫർ സമയബന്ധിതമായി നടത്താത്തതുകൊണ്ട് വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരാഴ്ചയായി താളം തെറ്റിയിരിക്കുകയാണെന്നും ദേശീയ അധ്യാപക പരിഷത്ത് കുറ്റപ്പെടുത്തി. ജനം, തിരുവനന്തപുരം.